അല്ല, ഞാൻ തന്ന പുസ്തകങ്ങൾ വായിച്ചിരുന്നോ നീ? ഇല്ല. എന്താ ആനന്ദ് ഇത്? അഭിനയം പഠിക്കാൻ കൊച്ചിയിൽ നടക്കുന്ന ഒരു പയ്യൻ്റെ ഇത് കിട്ടിയാൽ അവൻ ആർത്തി പിടിച്ചത് വായിച്ചു തീർക്കും. പ്രത്യേകിച്ച് സർവജ്ഞൻ കൊളുത്തൂരാൻ എഴുതിയ ചിന്താശകലങ്ങളായതുകൊണ്ട്. അല്ല സാറേ, ഒരു സംശയം. ആ, ഗുഡ്, അത് വേണം. കാരണം സംശയമുണ്ടെങ്കിലേ നിവാരണമുള്ളൂ. നിവാരണം നടന്നാലേ അത് അറിവായി മാറൂ. പറഞ്ഞോളൂ, എന്താ നിന്റെ സംശയം? അല്ല, സാറിന് അഭിനയം കഥ എഴുത്തുമല്ല അറിയാലോ, അല്ലെങ്കിൽ സാറെല്ലാം തേച്ചിരിക്കുകയാണല്ലോ. അതെ അതെ. എന്നിട്ടും എന്താ സാറ് സിനിമയിൽ രക്ഷപ്പെടാതെ ആരാലും അറിയാതെ ഇങ്ങനെ ഒതുങ്ങിപ്പോയത്? അത് പിന്നെ ഞാൻ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മറ്റുള്ളവരെ പഠിപ്പിക്കാനാണ് പഠിച്ചത്, അല്ലാതെ സ്വന്തം കാര്യത്തിന് ഉപയോഗിക്കാനല്ല. ഉദാഹരണത്തിന് ഈ സംഗീതം അഭ്യസിപ്പിക്കുന്നവരും പോലീസ് ട്രെയിനിങ് കോളേജിൽ പോലീസുകാരെ ട്രെയിൻ ചെയ്യിക്കുന്നവരുമൊക്കെ ഒരർത്ഥത്തിൽ എന്നെപ്പോലെ തന്നെയുള്ള മറ്റ് മാന്യ വ്യക്തികളാണ്. ഞങ്ങൾ അഭ്യസിച്ചു വെച്ച് അഭ്യാസം കാണിക്കാറില്ല, മറിച്ച് അഭ്യാസം അഭ്യസിക്കേണ്ടവരെ അഭ്യസിപ്പിക്കുകയാണ് ഞങ്ങൾ ചെയ്യാറ്. ഏത് ഇങ്ങനെയുള്ള സാറിനെ എത്ര ആരാധിച്ചാ മതിയോ? ഹലോ, ആടെ വെച്ചാ ഞാനിത് എത്തി. ഓക്കടാ മച്ചി, ശരി. നീയേ ആരാധന അല്ല മീറ്റിംഗ് കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് എന്നെ വിളിച്ചാൽ മതി. അപ്പൊ ഞാൻ വന്ന് പിക്ക് ചെയ്യാം. ഓക്കെ, പോട്ടറാ. ശരി, പോട്ടെ സാറേ. ഓ ആയിക്കോട്ടെ. അയ്യോ റോക്കി സാറ്. അയ്യോ, ഹായ് ആനന്ദ് മോൻ. ആനന്ദ്, നമുക്ക് അല്പം മാറി ഇന്ന് സംസാരിക്കാം. ആയിക്കോട്ടെ. ആനന്ദ്, എനിക്ക് അത്യാവശ്യമായി ചില നിന്നെ ഇപ്പൊ പഠിപ്പിക്കാനുണ്ട്. വാ. പഠിച്ചാൽ മാത്രം പോരല്ലോ, നമുക്ക് സിനിമയിൽ കയറണ്ടേ? അതിന് ഞാനാ വേണ്ടത്. നിന്നെ പഠിപ്പിക്കാൻ അറിയെങ്കിൽ എത്തിക്കണതല്ല എത്തിക്കാനും എനിക്കറിയാം. ഉവ്വേ, എത്തിക്കും. ആദ്യം സ്വയം ഒരു നിലയിലെത്ത്, എന്നിട്ട് മതി മറ്റുള്ളവരെ നിലയിലെത്തിക്കാൻ. നിലയിലത്തെ കാര്യമൊന്നും പറയണ്ട. താൻ എങ്ങനെയും നിലയിലെത്തുന്ന ഇവിടെ എല്ലാവർക്കും അറിയാം. എന്നാ എങ്ങനെയാണെന്ന് ഞാനൊന്ന് കേൾക്കട്ടെ. കൊളുത്തൂരാൻ പറ. അഭിനയിക്കാൻ താല്പര്യമുള്ള പിള്ളേരെ പിടിച്ച് പണിക്ക് വിട്ടിട്ട് അതിന്റെ കാശും പിടിച്ച് ജീവിക്കണ ആളോട്. അഭിനയിക്കാൻ താല്പര്യമുള്ള പിള്ളേരെ തെരഞ്ഞു പിടിച്ച് അവരുടെ ഉള്ള കഴിവ് കൂടെ കളയുന്ന നീയാണ് കേമൻ. പ്രൊഫഷനെ പറഞ്ഞിട്ടല്ല. ഏതാടാ നിന്റെ പ്രൊഫഷൻ? ആനന്ദിനറിയോ, വർഷങ്ങൾക്ക് മുൻപ് ഇവൻ അഭിനയിക്കാൻ ചാൻസ് ചോദിച്ച് നടന്നവനാ. സിനിമയിൽ രക്ഷപ്പെടാതെ വന്നപ്പോൾ സ്വന്തമായിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ടും ഇട്ട് മറ്റു പിള്ളേരെ കൂടെ നശിപ്പിക്കാൻ നിൽക്കുന്ന ഓടങ്കോലി കൊളുത്താണിവൻ. അയ്യേ, സാർ അഭിനയിക്കാൻ നടന്ന ആളാണോ? എന്നാലൊരു നടനാവൻ സാർ ആഗ്രഹിച്ചല്ലോ. ആ സത്യം എന്നോടെങ്കിലും സാർക്ക് പറയായിരുന്നു. പറയേണ്ട സമയത്ത് പറയാമെന്ന് കരുതി പറയാതിരുന്നത്, അല്ലാതെ വേറൊന്നുമില്ല. ആനന്ദ്, എനിക്ക് നേടാൻ കഴിയാത്തത് നീ നേടണം. നിനക്കറിയോ, നിന്നിലൂടെ ഞാൻ എന്റെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ പോകുന്നു. അങ്ങനെയുള്ള എന്റെ അടുത്ത് നീ ഇത് പറഞ്ഞപ്പം എനിക്ക് സഹിച്ചില്ല. അയ്യോ, സോറി സർ. സാറോ? ഇവനോ? ആനന്ദ്, ഇവന് വട്ടാണ്. വരൂ ആനന്ദ്, നമുക്കല്പം മാറി നിന്ന് സംസാരിക്കാം. സോറി റോക്കി സർ, എനിക്ക് നിങ്ങൾ രണ്ടുപേരെയും വേണം. അഭിനയം പഠിക്കുകയും വേണം, സിനിമയിൽ താരാവും വേണം. നിങ്ങൾ തമ്മിലുള്ള വഴക്കിടലിലെ ബലിയാടാവുന്നതേ ആനന്ദ് എന്ന നാളത്തെ താര. ശരി, നിന്റെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. ഏതായാലും ഇയാളുടെ നിന്ന് മാറിയിരിക്കുന്നതല്ല. എല്ലാം നാട്ടുകാർ പറയാം, അതും പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട, നീ വാ. ആനന്ദ്, എന്താടി പാറിയത്? റോയിച്ചൻ പോലും വിചാരിച്ച് നടക്കാത്ത കാര്യമാ സാജൻ വളരെ ഈസി ആയിട്ട് ചെയ്തത്. എല്ലാം നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ പാറു? നിങ്ങളുടെ ദേവേട്ടനെ എവിടെ നിന്ന് കട്ടി തൊട്ടേന്നാണ് അവിടുത്തെ MD എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വേണ്ട, എനിക്ക് വേണ്ടി ആ പാവത്തിന് ജോലി ഒന്നും കളയണ്ട. അതുകൊണ്ട് എനിക്ക് ഒരു സന്തോഷം ഉണ്ടാവാൻ പോകുന്നില്ല. എനിക്കുണ്ടാവുമല്ലോ. എന്ത് സന്തോഷം? എന്ത്? അല്ല, പാറുവിന് എന്തിനാണ് എന്നോട് ഇത്ര ദേഷ്യം? അന്ന് ദേഷ്യം വന്നപ്പോ ശരിയാ സാറാ, ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. പക്ഷെ എന്നും പറഞ്ഞ് എത്ര നാളെ ദേഷ്യം മനസ്സിൽ വെച്ച് നടക്കുന്നത്? എത്ര നാള് കൊണ്ട് നടക്കണം? ഏറിപ്പോയ 2 ദിവസം. ഇതിപ്പോ എത്ര ദിവസമായി? എത്ര ദിവസമായടേ? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3 വീക്സ്. പാറു തമാശ പറഞ്ഞല്ലേ? കേട്ടപ്പോ എന്ത് തോന്നി? ഏതാണ്ട് തമാശ പോലെയൊക്കെ ഉണ്ട്. എന്നാ ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാ പറഞ്ഞത്. ഇതാ സാറാ നമ്മുടെ കുഴപ്പം. പാറു തമാശയായിട്ട് പറയുന്നത് എനിക്ക് സീരിയസ് ആയിട്ടും, ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നത് പാറുവിന് തമാശയായിട്ടും, ഞാനും പാറും സീരിയസ് ആയിട്ട് പറയുന്നത് നിങ്ങൾക്ക് തമാശയായിട്ടും, തമാശയായിട്ട് നിങ്ങൾ പറയുന്നതെല്ലാം സീരിയസ് ആയിട്ടും. അതൊക്കെയല്ലേ ഇവിടുത്തെ പ്രശ്നം. ആവു, സന്തോഷമായി, ഒന്ന് ചിരിച്ചല്ലോ. ഞാൻ ചിരിച്ചതല്ല. ഇതാ ഞാൻ പറഞ്ഞത്, എനിക്ക് ചിരിച്ചതായിട്ടാ ഇപ്പൊ ഫീൽ ചെയ്തത്. പക്ഷെ ഇവിടെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കൺവേ ആവുന്നത്. അല്ല, സാജൻ ഞങ്ങളെ മൊത്തത്തിൽ പറഞ്ഞാണോ അല്ല പാറുമോളെ മാത്രം ഉദ്ദേശിച്ചാണോ? സാറൊക്കെ എന്താ തോന്നിയത് അതുപോലെ തന്നെ. ഇനി അതും പറഞ്ഞു മീനിങ് വല്ലതും മാറിപ്പോയാൽ അത് മതി, ഞാൻ പഴയതുപോലെ ഔട്ടാവാൻ.
അതുകൊണ്ട് ഞാനൊന്നിനില്ല. എടി പാവുണ്ടടി, സാധനമുള്ള പിണക്കൊക്കെ മാറ്റടി. എന്റെ പാറുമോളല്ലേ. എനിക്കൊന്ന് ആലോചിക്കണം. പാറു ആലോചിച്ചോ, എത്ര വേണമെങ്കിലും ആലോചിച്ചോ. ശരിക്കും ആലോചിച്ചിട്ട് എന്നോട് പിണക്കം മാറ്റിയാൽ മതി. ഓ എന്റെ ഗീതു ആന്റി, എന്തിനാ പുണ്യസ്ത്രീയെ വിളിക്കുന്നത്? അവര് ചെയ്യേണ്ടത് ചെയ്തു. ഇനി നമ്മളല്ലേ തീരുമാനിക്കേണ്ടത്. നമ്മൾ ഓൾറെഡി തീരുമാനിച്ചതല്ലേ. അപ്പൊ പിണക്കൊക്കെ മാറിയോ? ഇതെപ്പോ? അതല്ല, നമ്മളുടെ ബ്രേക്കപ്പ് ആയതല്ലേന്ന്. അതന്നെയല്ലേ നമ്മൾ സംസാരിച്ചോണ്ട് വരുന്നത്. നമുക്കൊന്ന് പാച്ചപ്പ് ആവണ്ടേ? കൊച്ചു ഗള്ളി. ദാ, അയ്യോ. ടേയ്. നോ, 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 നോ. കൊണ്ടില്ല.